ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. തൊഴിലെടുക്കുന്നയിടത്തിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി.കെ. ശ്രീമതി ടീച്ചർ. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ആശുപത്രിയിൽ ബലാത്സംഗം ചെയ്ത് നടത്തിയ ദാരുണമായ കൊലപാതകം. തുടക്കം മുതൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന കോളേജ് റാക്കറ്റിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ബംഗാൾ സർക്കാർ സ്വീകരിച്ചതെന്നും അവർ പറഞ്ഞു. സുപ്രീം കോടതി ഇടപെട്ട് യുക്തമായ അന്വേഷണത്തിന് ഉത്തരവിടുമെന്നാണ് പ്രതീക്ഷ. കൊൽക്കത്ത ആർ.ജി. കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ റാലി നടത്തി. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. ജില്ലാ സെക്രട്ടറി പി.കെ. ശ്യാമള ടീച്ചർ അധ്യക്ഷയായി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി, എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ, കെ.എസ്. ദിലീപ്, എം.വി. സരള എന്നിവർ സംസാരിച്ചു. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും അവസാനത്തെ സ്ഥാനമാണുള്ളത്. അതിലും താഴെ പിന്നെ 6 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലോകരാഷ്ട്രങ്ങളാകെ എടുത്താൽ സ്ത്രീകളോടുള്ള അങ്ങേയറ്റം നിന്ദ്യവും നീചവും ആയിട്ടുള്ള മനോഭാവം എടുത്ത് പരിശോധിക്കുമ്പോൾ, സ്ത്രീകളോടുള്ള അതിക്രമത്തിന്റെയും റേപ്പിന്റെയും കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ താഴെ 6 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഏറ്റവും വേഴ്സായിട്ടുള്ള, ഏറ്റവും ഹീനിയസ് ആയിട്ടുള്ള നിഷ്ഠൂരമായ അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് സ്റ്റേറ്റ് ഏതാണെന്നില്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സ്ത്രീകളുള്ള ഈ അതിക്രമം നടക്കുന്നുണ്ടെന്നുള്ള വസ്തുത നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ ഒരു വ്യത്യാസം, ഇത്തരം നിഷ്ഠൂരമായ ആക്രമണങ്ങൾ സ്ത്രീകളോട് കാണിക്കുമ്പോൾ റേപ്പ് ചെയ്യുകയും എന്നിട്ടത് തെളിവ് നശിപ്പിക്കാൻ അവരെ കൊല്ലുകയും ചെയ്യുന്ന സംഭവം ഇങ്ങനെ അടിക്കടി കൂടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കുന്നതിന് മടിക്കുന്ന ഭരണകൂടത്തെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയാനുള്ളത്? നമ്മുടെ സ്റ്റേറ്റ്, സാംസ്കാരിക കേരളം എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റിലും ധാരാളം ഇതുപോലെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഒരു കേസിലെങ്കിലും, ഒരു റേപ്പ് കേസിലെങ്കിലും, ഒരു സ്ത്രീയോടുള്ള ഒരു അതിക്രമ കേസിലെങ്കിലും പ്രതികളായിട്ടുള്ളവരെ വെറുതെ വിട്ട ചരിത്രമില്ല. എല്ലാവരെയും കൃത്യമായി കണ്ടുപിടിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവരെ കണ്ടുപിടിച്ച് എന്നിട്ട് കൽത്തുറുങ്കിലടക്കാൻ കഴിയത്തക്ക വിധത്തിലോ അവർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ പോലും ഉള്ള ശിക്ഷ വിധിക്കുന്നിടത്തോ എത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. പക്ഷേ വടക്കേ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി.